തുർക്കിയിലുണ്ടായ ഭൂചലനത്തിൽ 5 പേർ മരിച്ചുവെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. റിക്ടർ സ്കെയിലിൽ 7.9 രേഖപ്പെടുത്തി. ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തിയിട്ടുണ്ട്. തുടർചലനങ്ങളിൽ സിറിയയിലും കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിവരങ്ങളുമായി കരിഷ്മയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. കരിഷ്മ, എപ്പോഴാണ് ഈ ഭൂചലനം ഉണ്ടായത്? എന്തൊക്കെയാണ് നിലവിലെ അവസ്ഥ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എബി, പ്രാഥമിക സമയം 4:17 കൂടെയാണ് ഭൂചലനം രേഖപ്പെടുത്തിയത്. റിക്ടർ സ്കെയിൽ 7.8 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് തുർക്കിയിലുണ്ടായത്. റിക്ടർ സ്കെയിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് തുർക്കിയിലുണ്ടായത്. ഇത് വലിയ രീതിയിലുള്ള ഭൂചലനമാണ്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. രാവിലെ ഭൂചലനം ഉണ്ടായ സമയം മരണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം 5 പേർ മരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. 16-ലധികം കെട്ടിടങ്ങൾ തകർന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. വരും മണിക്കൂറുകളിൽ മരണസംഖ്യയും തകർച്ചയുടെ ആഴവും ഉയരാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് എബി. അതുപോലെ തന്നെ തുർക്കിയുടെ പ്രധാന വ്യാവസായിക ഉൽപാദക കേന്ദ്രങ്ങളിലൊന്നായ ഗ്യാസിയാടെപ്പിന്റെ തെക്കൻ പ്രദേശമായ സിറിയയുടെ അതിർത്തി പ്രദേശമായ ലെബനൻ, സിറിയ, സൈപ്രസ് എന്നിവിടങ്ങളിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7.8 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഈ ഭൂചലനം വളരെ വലിയ രീതിയിലുള്ള ഭൂചലനമാണ്. ഇപ്പോൾ 5 പേർ മരിച്ചു എന്ന വിവരങ്ങളാണ് വരുന്നത്. നിരവധി കെട്ടിടങ്ങൾ, 16-ലധികം കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ വീണ്ടും മരണസംഖ്യ ഉയരാനും തകർച്ചയുടെ ആഴം വർദ്ധിക്കാനുമുള്ള സാഹചര്യം വളരെ ഏറെയാണ് എബി. അതുപോലെ തന്നെ നിരവധി തവണ ഈ പ്രദേശങ്ങളിൽ ഭൂചലനം ഉണ്ടായി എന്ന വിവരങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരങ്ങളാണ്. നിരവധി തവണ ഈ പ്രദേശത്ത് ഭൂചലനം ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ വളരെ വലിയ രീതിയിലാണ് ഭൂചലനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. റിക്ടർ സ്കെയിൽ 7.8 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എബി. ഇത് തുർക്കിയിൽ നിരവധിയായിട്ടുള്ള അല്ലെങ്കിൽ ഭൂചലനങ്ങൾ പതിവായി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണോ? അങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതിനു മുമ്പും അവിടെ ഉണ്ടായിട്ടുള്ള ഭൂചലനങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടത്തിന്റെ ആഴങ്ങൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ചോദ്യമുണ്ട്. തുർക്കി സാധാരണയായി ഇത്തരത്തിൽ ഭൂചലനങ്ങൾ പതിവായി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണോ? അവിടെ നേരത്തെയും ഭൂചലനം ഉണ്ടായിട്ടുണ്ട് എന്ന് കരിഷ്മ അല്പസമയം മുമ്പ് തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഭൂചലനങ്ങൾ ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ മുൻപും തുർക്കിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1999 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം തുർക്കിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 17,000-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും ഉയർന്ന രീതിയിലാണ് ഭൂചലനം. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അപ്പോൾ അപകടത്തിന്റെ ആഴം വളരെ വലുതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് 1999 മാത്രമല്ല, 2020 ജനുവരിയിലും 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം തുർക്കിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് 40-ലധികം ആളുകൾ മരിക്കുകയും നിരവധി നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ആ വർഷം തന്നെ 2020 ഒക്ടോബറിലും 7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി. 114 പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധി തവണ തുർക്കിയിൽ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എബി. സിറിയയിലും കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്ത അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ സിറിയ ഇതിൻ്റെ ഈ തുടർചലനങ്ങളാണോ സിറിയയിലും ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് നയിച്ചിരിക്കുന്നത്? അതെ എബി, ഇവിടെ ഉണ്ടായ ഭൂചലനത്തിന്റെ തുടർചലനങ്ങളാണ് സിറിയയിലും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ ഭൂചലനം ഇങ്ങനെ നിരവധി തവണ ഇങ്ങനെ ഭൂചലനം ഉണ്ടാകാനുള്ള കാരണങ്ങൾ പണ്ട് നടത്തിയ ഭൂചലനങ്ങൾക്ക് ശേഷം ഒത്തിരി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് വൻകിട കെട്ടിടങ്ങളും ഡാമും ഇത്തരം ഭാരമേറിയ കെട്ടിടങ്ങൾ ഭൂമിക്ക് മേൽ ഇങ്ങനെ നമ്മൾ നിർമ്മിക്കുമ്പോൾ വലിയ ഭാരം താങ്ങാനാവാതെ ഭൂമിയുടെ ഉപരിതലത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരം ചലനങ്ങളെയാണ് നമ്മൾ ഭൂചലനങ്ങളായി പറയുന്നത്. ഇത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. മനുഷ്യർ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളെന്നും ആ പഠനങ്ങൾ തെളിയുന്നുണ്ട് എബി. തുർക്കിയിലെ ഭൂചലനത്തിൽ 5 മരണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. നിരവധിയായിട്ടുള്ള കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വാർത്തകളും ഉണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇന്ന് പ്രാദേശിക സമയം 1 മണിയോടുകൂടി 4 മണിയോടുകൂടി സംഭവിക്കുന്നത്. അതിനുശേഷം ഈ തുടർചലനങ്ങളുടെ ഭാഗമായി സിറിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്.
നിലവിൽ 5 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കരിഷ്മ ആന്റണി, ന്യൂസ് ഡെസ്കിൽ നിന്ന്.